ഇത് എതിർത്ത് പറയുമ്പോൾ ഇതിന് നമ്മൾ വെറുതെ ആരെയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. കൃത്യമായ കാരണം ഇപ്പോൾ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ഗവേഷണ മേഖലയിൽ പോലും അതാണ് ചെയ്യുന്നത്. ഈ മരുന്നുകളിലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നു, ഇതിൻ്റെ മറ്റുള്ള വിഷയങ്ങൾ നമ്മൾ കാണിക്കുന്നു, പിന്നെ അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് പറയുകയും ചെയ്യുമ്പോൾ ശാസ്ത്രീയമായ ജേർണലുകളിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇതിനോട് മറുപടി ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ആ കൂടി ചെയ്യാൻ കഴിയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ഇതിനെ നമ്മൾ മറ്റെന്തോ ചെയ്ത് തോൽപ്പിക്കുക എന്നൊക്കെ പറയാറുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇതിനകത്ത് വേറൊന്നും അവർക്ക് ചെയ്യാനില്ല എന്നുള്ളതും കൂടിയാണ് ഇവിടെ തെളിവ്, അല്ലെങ്കിൽ ഇവിടെ വെളിവാകുന്നത്. ഹോമിയോപ്പതിയെ എതിർത്ത് സംസാരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. അതെ, ഹോമിയോപ്പതിയെ എതിർത്ത് സംസാരിക്കുന്നു, അത് ഹോമിയോപ്പതിയെ ഇകഴ്ത്തി കാണിക്കുന്നു എന്നൊക്കെ കാണിച്ചിട്ടാണ് പറയുന്നത്. സത്യത്തിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആക്ഷൻ എടുക്കാനുള്ള വകുപ്പൊന്നും ഈ സംഗതിയിലില്ല. പക്ഷെ ഞാൻ ഏതായാലും അതിനെ ചാലഞ്ച് ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സംഗതി ശരിയാണ് എന്ന് അവർ തന്നെ സ്ഥാപിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചലഞ്ച് ചെയ്ത കോർട്ടിലൊക്കെ പോയാൽ ഇതൊക്കെ ഈസി ആയിട്ട് അതിൽ നിന്ന് ഊരി പറയാം. പക്ഷെ ഞാൻ അതിന് തുനിയുന്നില്ല, കാരണം നമുക്ക് ആവശ്യം ഇതാണ്. പിന്നെ മാത്രമല്ല, ഈ ഒരു ചീത്തപ്പേര് എനിക്ക് ഊരി കിട്ടാൻ